ഹായ് ഹായ് ഹലോ. ഞാനേ രാവിലെ തന്നെ വേർത്തൊഴുകുന്ന, അതായത് ഞാൻ കുറച്ച് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി തേങ്ങ കൊത്തി മേലെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ദിവസവും എടുത്ത് വെക്കണം, കാരണം ഇവിടെ ഇടയ്ക്കൊരു മഴേൻ്റെ ലക്ഷണമുണ്ട്. എസ്പെഷ്യലി ഞാനങ്ങനെ കൊത്തി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്നലെ എടുത്ത് മിനിയാന്ന് കൊത്തി, മിനിയാന്ന് ടെറസിൽ തന്നെ വെച്ചു. ഇന്നലെ ഒരു മഴക്കാറ്, ഒരു നമ്പൂരി ശങ്ക വേണ്ട എന്ന് വെച്ചിട്ട് എടുത്ത് അകത്ത് തന്നെ വെച്ചു. ഇന്നെടുത്ത് വീണ്ടും പുറത്ത് വെച്ചു. ടെറസ് ആയതുകൊണ്ടൊന്നും ആവില്ല, പക്ഷെ മഴ പെയ്തെങ്കിലോ ഇങ്ങനെ ഒരു 5 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു, ഒരു ലക്ഷണം. അപ്പം അത് കഴിഞ്ഞ് വരുവാണ്. എല്ലാ ജോലിയുണ്ട്. ചോറ് വെക്കണം, കോവയ്ക്കയുണ്ട്, കോവക്ക അത് മെഴുക്ക് വരട്ടി വെക്കണം, മാങ്ങ, നാടൻ മാങ്ങ ഒരു കൂട്ടാനും വെക്കണം. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മളെ കുട്ടികളോടെല്ലാം പറയുന്ന പോലെ പാട്ട് പാടാ. പിന്നെ ചിലപ്പോൾ ഒരു കമ്മലൊന്നും ഉണ്ടാവില്ല ഉറങ്ങി എണീച്ചാൽ, അതുകൊണ്ട് നോക്കിയതാ. പിന്നെ എനിക്ക് വരുന്ന കൂടുതൽ കമൻറ്റ് കരയാൻ പാടില്ല എന്നാണ്. ഞാൻ ഒരു 2 ആയുസിലുള്ളതെല്ലാം കരഞ്ഞ് തീർന്നു. ചിലപ്പോൾ നമുക്കിങ്ങനെ വാക്കുകൾ കിട്ടൂല. പിന്നെ എഴുതിയിട്ടോ തലേന്ന് എഴുതി വെച്ചതൊന്നും ഇങ്ങനെ വായിക്കുന്നതൊന്നും അല്ല. പിന്നെ ഇതെവിടെയൊന്നൊന്നുമില്ല, ഞാൻ വായിക്കുന്നതൊന്നും അല്ല. പിന്നെ മനുഷ്യനല്ലേ, അതങ്ങനെ. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ആരെയും പറഞ്ഞു ബോധിപ്പിക്കാനോ കരഞ്ഞു ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കരഞ്ഞ് ഒരാഗ്രഹവും അങ്ങനെയില്ല. ചിലപ്പം ഫാസ്റ്റ് കയറി വന്ന എനിക്ക് പ്രശ്നമാണ്. പ്രസൻറ്റ് എനിക്ക് പ്രശ്നമല്ല, ഫ്യൂച്ചർ ഞാൻ ആലോചിക്കലുമില്ല. പക്ഷെ ഫാസ്റ്റ് കയറി വന്ന ഞാൻ കുറച്ച് അസ്വസ്ഥതയില്ല ആളാണ് പാസ്റ്റ്. കാരണം പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അസ്വസ്ഥതയുള്ള പാസ്റ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ അയ്യോ, പലരും ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയ മൂഡ് ഏതെന്ന്. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയതാണ്. എസ്പെഷ്യലി ലേഡീസിന് ഉണ്ടാവുന്നൊരു ഇതല്ലേ. എനിക്കതും വലിയ ഇതൊന്നുമില്ല. അങ്ങനെ ഒരു ഹാപ്പി മൂഡിൻ്റെ അനുഭവവും ഇല്ല. അത് പിന്നെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാനൊന്നുമില്ലൊരു പക്വതയൊന്നും ആയിട്ടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി മെമ്മറി എന്താണെന്ന് വെച്ചാൽ, മുന്നേ അങ്ങനെയില്ല, ഇപ്പോഴും എൻ്റെ ഏറ്റവും ഹാപ്പി മെമ്മറി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞുവാവേനെ, മോളെ വാവേനെ ഞാൻ ഫസ്റ്റ് എടുത്തില്ല, അവൻ്റെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോയി ഉള്ളിലേക്ക്. അവരൊന്ന് ജസ്റ്റ് കാണിക്കാൻ കൊണ്ടുവന്നതാ. രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ വാങ്ങട്ടെ എന്ന്. അങ്ങനെ ഞാൻ വാങ്ങി. അയ്യോ എൻ്റെ അമ്മ, ഞാൻ അന്നേരം ഒരു ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല ഞാൻ. അയ്യോ, അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര എന്താണ് വല്ലാതെ അങ്ങ് അതായത് ലോകം നമ്മളിങ്ങനെ ഒരു കീഴടക്കിയ ഒരു പ്രതീതിയായിരുന്നു ആ വാവേനെ കണ്ടപ്പോൾ. എന്നിട്ട് ഞാൻ മതിയാവോളം എടുത്തു. നേഴ്സോട് പറഞ്ഞു ഞാൻ എടുക്കട്ടെ എന്ന്. അങ്ങനെ നന്നായിട്ട് എൻ്റെ കുഞ്ഞു വാവേനെ എടുത്തു. എൻ്റെ മക്കളെ എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നന്നായിട്ട് എടുത്തിങ്ങനെ പിടിച്ച്, അത് കഴിഞ്ഞ് പിന്നെ 90 ദിവസം എൻ്റെ കൂടെ തന്നെയല്ലേ, അപ്പോഴും എടുത്തു, അല്ലാതെ എടുത്തു, നന്നായിട്ട് കളിപ്പിച്ച്. അതൊരു വളരെ ഹാപ്പി ആയൊരു ഫീലിങ്സ്. വേറെ എങ്ങനെ പറയാം, ഹാപ്പി ആയതൊന്നും ഇല്ല. അവൾ വളരെ ഹാപ്പി ആയിട്ട്
നന്നായി പഠിച്ച് ചിത്രമൊക്കെ വരച്ച് നല്ല മിടുക്കിയായി ക്ലാസ്സിൽ ഫസ്റ്റായി നന്നായിട്ട് ചിത്രം വരക്കും. നല്ല ബുദ്ധിയും ആരോഗ്യവും എല്ലാം ഉള്ള മോളായി വളരുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ ആവും. ഇനി കൂടുതൽ പറഞ്ഞ സങ്കടം വരും. അതുകൊണ്ടത് ആ ചാപ്റ്റർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആരെയും ബോധിപ്പിക്കാനൊന്നും ഇടുന്ന വീഡിയോ അല്ല. അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല. അപ്പോൾ ഇപ്പോഴ് ഞാൻ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും നമ്മളെ വേണ്ടപ്പെട്ടവരിപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ ചോദിക്കും, എന്നോടും ചോദിക്കുമല്ലോ, എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ. മുന്നേ എനിക്കിപ്പം അങ്ങനെ എവിടെ പോകണമെന്നോ ബാഗ് എടുക്കണമെന്നോ അതൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ ബാഗ് എടുക്കാറില്ല. ഞാൻ പോക്കറ്റുള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് മിക്കവാറും മൊബൈലും ഒരു കുഞ്ഞ് പൗച്ച് അതിൽ വെക്കലാണ്. മറ്റെനിക്ക് ബാഗ് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം ഞാൻ മുന്നേ പയ്യന്നൂരോ എന്നെ എവിടെയെങ്കിലും കണ്ടാൽ ഓട്ടനെ എൻ്റെ അമ്മക്ക് വിവരം കിട്ടും. ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയ സ്ത്രീകളുണ്ടല്ലോ, കുലസ്ത്രീകൾക്ക് ഭർത്താവില്ലാത്ത ആള് പുറത്തേക്കൊക്കെ ഇങ്ങനെ നടക്കുക, ആൾക്കാരോട് സംസാരിക്കുക, കണ്ടാലൊരു മനുഷ്യക്കോലം. അപ്പോൾ ഇവർക്കൊരു നാണക്കേട്. ഒരു ദിവസം അങ്ങനെ ഇവിടെ ലാൻഡ് ഫോണിൽ ഇവിടെ വന്നു, പിന്നെ നിങ്ങളെ മോള് അമ്മയോട് പയ്യന്നൂർ വെജ്കോൻ്റെ മുന്നിലുണ്ട്, ആടിനെ ചന്തലിളക്കിയ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരും ഉണ്ട്, അവരെല്ലാം ഹൈ പൊസിഷനിലുമാണ്. അതുകൊണ്ട് നിങ്ങളെ മോളെപ്പോലെയല്ല ഞങ്ങളെ ലൈഫ്. അതുകൊണ്ട് ദയവേത് നാണം കെടുത്തരുത്, മോളോട് പറഞ്ഞേ. ഇത് ഞാൻ അറിയുന്ന എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ അമ്മ എവിടെയാണ് തെണ്ടാൻ പോയത്? ഞാൻ പറഞ്ഞു ഞാൻ പയ്യന്നൂർ. എന്തെങ്കിലും ആവശ്യമില്ലാണ്ടൊന്നും പോവില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും മനുഷ്യനല്ലേ. നീ ഒരു കാര്യം ആലോചിച്ചോ, ഇവിടെ നീ മാത്രമല്ല ജീവിക്കുന്നത്, അന്നേരം ഇതെല്ലാവരും കൂടിയല്ലേ. ഇവിടെ നീ മാത്രമല്ല ജീവിക്കുന്നത്, വേറെയും പെണ്ണുങ്ങളുണ്ട്. അവർക്ക് നാണക്കേടാണ്. അവർക്കും കൂടി വന്നു പോകുന്ന സ്ഥലമാണിത്, അവർക്കും കൂടി വരേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. അന്ന് ഭയങ്കര ലഹളയായിരിക്കും വീട്ടിൽ. ഇതെല്ലാം അനുഭവിക്കുന്നതാര്? ഈ ചെറിയ മക്കളായിരിക്കും. ആ വിഷത്തിനാടുന്ന് ഓതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കുന്നതാരാണ്? ഈ കുഞ്ഞു മക്കളായിരിക്കും. മനസ്സിലായോ? ഈ തറവാട്ടമ്മ ഡയലോഗ് ഇളക്കിയിട്ട് എന്നോട് വർത്താനം പറയുമ്പോൾ ഞാൻ തിരിച്ചും പറയും. അന്നേരം ഇവിടെ വലിയ പ്രശ്നമായിരിക്കും. ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് മാത്രം ഈ വലിയൊരു 4 കെട്ടാണ് പൊളിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പഴകിയതും വീണതും, നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ ദേഹത്ത് അണ്ണാൻ വീഴും, എലിക്കുഞ്ഞ് വീഴും. വലിയ മറ്റേ വരാന്തകൾ, അതായത് ഒരു ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഓട്ടോ പിടിച്ച് പോകേണ്ട ദൂരമുള്ള വേസ്റ്റായ കുറേ സ്ഥലങ്ങൾ,
എല്ലാം മച്ചും എല്ലാം ചെതലും വീർത്തുകെട്ട അരാജകത്വത്തില് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ആത്മഹത്യ ചെയ്ത് വളരെ വൃത്തികെട്ട ഒരു നശിച്ച തറവാട്. ഈ നശിച്ച തറവാട്ടിൽ വരുന്ന വിസിറ്റേഴ്സൊക്കെ VIPസുമാണ്. അപ്പോൾ അവർക്ക് നാണക്കേടല്ലേ. അപ്പം ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദിവസം പോലും എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. ആ സ്ത്രീ തന്നെ ഞെട്ടിയത് 2004 എനിക്ക് ജോലി കിട്ടിയപ്പോഴാണ് ഒന്ന് ഞെട്ടിയത്. പിന്നെ ആ സമയത്ത് പിന്നെ കുറച്ചൊന്ന് അടങ്ങിയതായിരുന്നു, പിന്നെയും തുടങ്ങി. പക്ഷേ തിരിച്ച് രാജകീയമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്നിപ്പം വിഷുവിന് ഞാൻ 5 അധികം ഉണ്ട് സെറ്റ് മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെ സ്റ്റൈലായി ഹെൽത്തിയായി കാച്ചി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് മുത്താറൊക്കെ കാച്ചി കുടിച്ച് നല്ല സൂപ്പർ സുന്ദരിയായിട്ട് പോയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. എന്തിനാ ഈ നാണം കെട്ട പണിയെന്ന് ചോദിച്ചിട്ട് എന്നും പ്രശ്നമാക്കും. അതെനിക്ക് പ്രശ്നമൊന്നുമല്ല. അതെടുത്തിട്ട് കഴിഞ്ഞാൽ മറ്റേ മക്കൾ വിളിച്ച് പറയുമല്ലോ, അന്നേരം പ്രശ്നമാക്കും. എന്നാലും ഞാനിടയ്ക്ക് അമ്പലത്തിൽ പോകുന്ന ചെറിയ പോർഷൻ എടുക്കാറുമുണ്ട്. മാലയും വളയും കമ്മലും അങ്ങനെ നമ്മളെപ്പോലെ ഒന്നും ഇല്ലാണ്ടൊന്നും നടക്കൂല. എല്ലാം ഇട്ട് വളരെ രമ്യമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്ന് ഞാനത് പകരം വീട്ടുന്നുണ്ടെന്ന്. ഇല്ല, മനസ്സിലുണ്ട്, ചെയ്തത് മുഴുവൻ മനസ്സിലുണ്ട്. ഒരിക്കലും പകരം വീട്ടലില്ല. പകരം എന്നെ ഇങ്ങനെ ഒരുത്തന് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് എന്തിനിങ്ങനെ ദ്രോഹിച്ചു എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതല്ലാതെ ഫുൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നു. എത്ര പൈസ വേണമെങ്കിലും മോള് കൊടുക്കും, മോൻ കൊടുക്കും. പിന്നെ വളരെ ലാവിഷായിട്ട് ഒന്നിനെയും കുറവില്ലാതെ ജീവിക്കുന്നുണ്ട്. പരമസുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു നേരം മറ്റ് മക്കളുടെ അടുത്ത് നിൽക്കാനോ താമസിക്കാനോ അവരെ ഡിപ്പെൻഡ് ചെയ്യാനോ ഒന്നും പോവാറില്ല. അത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ ഞങ്ങളെ കുടുംബം ഇങ്ങനെ തകർത്തത് ഈ അമ്മേൻ്റെ ഒരു തെണ്ടീൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ തെണ്ടീൻ്റെ ഫാമിലിയാണ്. ഈ ഫാമിലി എല്ലാവർക്കും പെണ്ണ് വീക്ക്നെസ് ആണല്ലോ, തെണ്ടിക്ക് കുറച്ചധികം വീക്ക്നെസ് ആയിരുന്നു. അപ്പം ഭാര്യേനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തൊട്ടിട്ട് കുട്ടാന്ന് വിളിക്കുമായിരുന്നു 80ാമത്തെ വയസ്സിൽ. അത്രയും ഒരു വീക്ക്നെസ് ഇല്ലേ. മറ്റേ സൂര്യൻ നമ്പൂതിരി പാടില്ലേ ഇന്ദുലേഖേൻ്റെ, അങ്ങനത്തെ ഒരു ലംബടനായിരുന്നു. ആ ലംബടൻ ഈ സ്ത്രീ പറയുന്ന ഉച്ചക്ക്, അയ്യോ രാത്രിയായി, വാ നമുക്കന്ന് ഉറങ്ങാവാ. ഉടനെ അയാൾ പറയാ, ആ ശരി കുട്ടാ രാത്രിയായി വാ എന്ന് പറയുന്ന ഒരു ചാത്തനായിരുന്നു. ചാത്തൻ. ഈ നാട്ടുകാർ ഇവൻ വന്നപാട് ഭയങ്കരമായിട്ട് വലിയ പൈസ എല്ലാം കൊണ്ട് വന്നതല്ലേ, എടുത്ത തലയിൽ വെച്ചതാ. അവന് വേണ്ടിയിട്ട് എൻ്റെ വീടൊക്കെ വളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ ആള് ശരിയല്ലെന്ന് ഇവരൊക്കെ എന്നെ മനസ്സിലായി. എന്നിട്ട് ഇവർ കുട്ടിച്ചാത്തൻ്റെ പേരൊക്കെ ഇട്ടു. എന്നാൽ ജൂനിയർ മാൻഡ്രേക്ക് ഇല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് കുട്ടിച്ചാത്തൻ തന്നെയെന്ന് തോന്നുന്നു. ഇവരൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാർ. കാട്ടം. അവൻ പുഴുത്തിട്ട് തന്നെ ചത്തത് തെണ്ടി. ആ തെണ്ടീൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. തെണ്ടീൻ്റെ അവശിഷ്ടങ്ങളും തെണ്ടി ഉണ്ടാക്കി വിട്ട അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. കുറേ അവശിഷ്ടങ്ങളുണ്ട്. ഈ പറമ്പിൽ ആരും കയറാറില്ല, കയറ്റൂല. അവശിഷ്ടങ്ങളൊന്നും എൻ്റെ പറമ്പിൽ ഞാൻ കയറ്റൂല. ഇനിയും ഒരു ഡയലോഗും, ഇനിയും ഒരു കയറിപ്പിടുത്തും, ഇനിയും ഒരു പൊക്കി നോക്കലിനൊന്നും
നോ ചാൻസ്. കാരണം കുട്ടിച്ചാത്തൻ്റെ മക്കൾക്ക് കുട്ടിച്ചാത്തൻ്റെ സ്വഭാവം കിട്ടുമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടില്ല. കുടുംബം നശിപ്പിച്ച ഈ ചാത്തൻ സേവേൻ്റെ വാമഭാഗം എന്ന് പറഞ്ഞ കുട്ടൻ, ആ കുട്ടനും ഇങ്ങ് കയറൂല, കുട്ടൻ്റെ ആൾക്കാരും കയറൂല. കയറിയ വിവരം അറിയും. ഈ പണ്ടാരോ പറയില്ലേ, അടുപ്പിൽ ചട്ടുക എടുത്തിടുന്നു, അങ്ങനെ ഇരിക്കും. അവളാണ് വിൽക്കാൻ കൂട്ടുനിന്നതിലെ ഒന്നാം പ്രതി. അവളിപ്പോഴുണ്ട്. വേണമെങ്കിൽ എനിക്ക് എൻ്റെതായ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന കക്ഷി ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലിങ്ങനെ എന്നെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞവരും, ഇന്നത്തെ ഒരു ഇതിലെന്താ പറയാനുള്ളത് പറഞ്ഞാൽ, ഈ കല്യാണം കഴിഞ്ഞ് ഡീസൻ്റായിട്ട് ജീവിക്കുന്നതിൽ ഒരു സ്ത്രീ ഇവിടെ പ്രസവിക്കാൻ വന്നു 50 മാസമായപ്പോൾ. അപ്പോൾ ഇവളെ ഭർത്താവ് രാത്രി ഇങ്ങോട്ട് വന്നു. ഡേറ്റ് ഏകദേശം അടുത്തു. അപ്പോൾ ഈ പ്രസവിക്കാനായ ആള് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പണി അടുക്കളയിൽ ഇതിങ്ങനെ എടുക്കുന്ന ഒരു 9:30 ആയിട്ടുണ്ടാവും, 9:30. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഗർഭിണിയല്ലേ, ഇത് കയ്യാണ്ട് കിടക്കുന്നതല്ലേ, പ്രസവിക്കാനായത് കിടക്കുന്നതല്ലേ, അപ്പോൾ വിളിക്കണ്ട, ദ്രോഹിക്കണ്ട. ഞാനിപ്പോഴന്നേരം ഇത് ആലോചിക്കുന്നത്, മറ്റേ ദേവാസുരൻ തന്നെയോ, ആ രേവതി ഭക്ഷണം കൊടുക്കുമ്പോൾ, രാത്രി ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു രംഗം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അരി ആഹാരം കഴിക്കുന്നവരെല്ലാം ഒന്ന് ഊഹിച്ചോ. അപ്പോൾ ഇത്ര എനിക്ക് ഇന്നത്തെ സാഹചര്യം വെച്ച് പറയാൻ പറ്റൂ. ഞാൻ കൂടുതലായിട്ട് തന്നെ പറയും. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ പൊറുക്കുക. ഞാൻ എന്നിട്ട് ഈ ഗർഭിണീനെ വിളിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ചോറും കൂട്ടാനൊക്കെ എടുത്ത് വെച്ചു. ഞാനിങ്ങനെ വിളമ്പാൻ ഇങ്ങനെ തുടങ്ങി, അത്രയേ ഉള്ളൂ. ഉടനെ ഈ കിടന്ന ആൾ, ഞാൻ ജീവനോടെ ഉണ്ട്, ഞാൻ വിളമ്പിക്കോളാം, കിട്ടുമോ എന്ന് വെച്ചിട്ട് പിറകെ വരരുത്, ഇയാളെ പിറകെ നടക്കരുത്, കിട്ടുമോ എന്ന് വെച്ചിട്ട്. ശരിക്കാ ദേവാസുരത്തിലെ സെയിം രംഗം നിങ്ങൾ അത് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട് അതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതെഴുതിയ ആളെ വീട്ടിലെ ഏതോ ഒരു സ്ത്രീ എന്തോ ഒരു അനാഥത്വം അനുഭവിച്ചിട്ട് ഏതോ ഒരു സാഹചര്യത്തിൽ ഇവരെവിടെയെങ്കിലും ഇരുന്ന് ഈ മനുഷ്യൻ സംസാരിക്കുമ്പോൾ അങ്ങനൊരു സ്ത്രീ കയറി വന്നതിനാണോ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ കഥാപാത്രങ്ങൾ പല പഴയ കുടുംബങ്ങളിലും അല്ലെങ്കിൽ സാധാരണ ഇന്നും പല വീട്ടിലും 3 സ്ത്രീകളോ 4 സ്ത്രീകളോ ഉള്ളിടത്ത് ഒരാൾക്ക് ആളില്ലെങ്കിൽ ആ ആള് ഇവരെല്ലാം പിടിക്കാനാണോ, ഇവരെ ആവശ്യങ്ങൾക്ക് അവരെ പിടിച്ചെടുക്കുമോ? നമ്മളേടെ തെണ്ടിപ്പോയാലും ഏത് ബസ് സ്റ്റാൻഡിൽ പോയി കിടന്നാലും എങ്ങനെയുള്ള ആളെ കൂടെ പോയാലും ഒരിക്കലും ഈ വക ചാപ്പകളെടുത്തൊന്നും നമ്മളെ മനസ്സ് പോലും ചിന്തിക്കൂല. എൻ്റെതാണേ ഞാൻ പറയുന്നത്. ഞാൻ ആരുടെ കൂടെ പോയാലും എന്ത് ചെയ്താലും മരിക്കേണ്ടി വന്നാലും ഇവിടെയൊന്നും കയറി വന്ന പട്ടികളെടുത്തൊന്നും ഞാൻ ചിന്തിക്കൂല. പട്ടിയെന്ന് പറഞ്ഞതിൽ മാപ്പ്. പട്ടിയല്ല, പട്ടിക്കാട്ടം. പട്ടിക്കൊക്കെ നല്ല മാനേഴ്സ് ഉള്ളവരാ പട്ടിയല്ല. അതുകൊണ്ട്
നാട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നവർ വിചാരിക്കുന്നുണ്ട് അവരെ ഭർത്താവ് കണ്ടത്തിൽ വയലിലൊക്കെ പോയിട്ട് പൊതുവായിട്ട് പോകുന്ന സ്ത്രീകളെടുത്ത് പോകുന്ന ആളുണ്ട് ഇവിടെയൊക്കെ. അപ്പം അവർ നമ്മളെ കൂടെയൊക്കെ പഠിച്ചതായിരിക്കും. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് എന്താടാന്ന് ചോദിക്കുമ്പം അവരെ ഭാര്യ കണ്ടാൽ വിചാരിക്കും ഇവളുമായിട്ട് അതാണെന്ന്. കാരണം അവരെ അനുഭവം അതാണ് ഇവനെക്കൊണ്ട്. അതേപോലെ ഈ നമ്മൾ താമസിക്കുന്നിടത്ത് കയറി വന്നിട്ട് നമ്മക്കിട്ട് പാര പണിയുക. അതാ ഞാൻ പറഞ്ഞ ലോകത്തെ അതുമല്ല, ഞാൻ ആ ജീവിച്ച സമയത്ത് ഞാൻ എന്ത് വിചാരിക്കുന്നോ അതൊക്കെ നടക്കുന്ന സമയമാണ് അന്നും ഇന്നും. അപ്പോൾ കിട്ടുമെന്ന് വെച്ച് വരണ്ട എന്ന് പറഞ്ഞു. ഞാനതവിടെ വെച്ച് പോയി കുറേ കരഞ്ഞു. അതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നും പരമാവധി കരയൂല. കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യത്തിലേക്ക് കരയും. ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അത്രത്തോളം എന്തോ സംതിങ് ഉണ്ട്. ചിലപ്പോൾ ഓഫാക്കിയാലൊക്കെ സങ്കടം വരും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. എന്നാലും പബ്ലിക്കിൽ അങ്ങനെ കരയാനൊന്നും താല്പര്യമില്ല. ആരെ ഭർത്താക്കന്മാരെ പിടിക്കാനും താല്പര്യമില്ല. ഒരാളെ വീട്ടിൽ പോകാനും താല്പര്യമില്ല. ആരെയും വശീകരിച്ചെടുത്തിട്ട് അവരെ ഏതെങ്കിലും മുതലെടുത്തിട്ടും എക്സ്പീരിയൻസ് ഇല്ല. നമ്മളോട് വളരെ മാന്യമായിട്ടും വളരെ ഡീസൻ്റായിട്ടും നമ്മൾ പ്രയാസപ്പെടുമ്പോൾ എന്താ വിഷമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇംപ്രഷൻ തോന്നും. അല്ലാതെ ഒരു പുല്ലും തോന്നിയിട്ടുമില്ല. ഈ ജന്മം ഈ വക സംബന്ധക്കാരതൊന്നും നമുക്ക് തോന്നുമില്ല. സംബന്ധക്കാരൊന്നും നമുക്ക് വേണ്ട. സംബന്ധക്കാർ അവരവരെ ഭാര്യേനെ വെച്ചിട്ട് മറ്റു പെണ്ണുങ്ങളെല്ലാം പിടിക്കാൻ പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. സംബന്ധക്കാരെ എനിക്ക് വേണ്ട. അതിനി എവിടെയുള്ള സംബന്ധക്കാരായാലും പ്രശ്നമൊന്നുമില്ല. സംബന്ധക്കാരെ വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ സത്യത്തിൽ ആ സമയത്തൊന്നും വേറെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ശരിക്ക് നമുക്കൊരു എൻ്റെ കാര്യത്തിൽ എനിക്ക് കല്യാണം കഴിക്കണം, ഒരു മെയിലും ഫീമെയിലും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, ലൈഫ് വേണം, എൻജോയ്മെൻറ്റ് വേണം എന്നൊക്കെ തോന്നിയത് ഒരു 30-35 വയസ്സല്ലായാലാണ്. അതിന് മുമ്പ് എനിക്ക് സത്യത്തിൽ ഒന്നും തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ തോന്നാനുള്ള സിറ്റുവേഷനേ ആയിരുന്നില്ല. ജോലിയെല്ലാം കിട്ടി കുറച്ച് പുറത്തേക്കൊക്കെ പോയി മൈൻഡ് ഒന്ന് റിലാക്സ് ആയ സമയത്താണ് എനക്കും ഒരാൾ വേണം, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒന്ന് എൻജോയ് ചെയ്ത് ലൈഫ് അങ്ങനെ എക്സെട്ര പലതും തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് സത്യത്തിൽ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, ഒറ്റയ്ക്ക് പയ്യന്നൂർ പോയേരും ഒന്നും അങ്ങനെയൊന്നും എനിക്ക് സത്യത്തിൽ തോന്നിയിട്ടേയില്ല. കാരണം മനസ്സിന് സഹിക്കാൻ പറ്റാത്ത മുറിവും, എങ്ങനെ ജീവിക്കും, ജോലിയില്ല, കുഞ്ഞൾ, എപ്പോഴും പ്രശ്നം, സമാധാനമില്ല, ഒന്നുമില്ല. ഞാനൊരു ചേഞ്ചൊക്കെ ആഗ്രഹിച്ചിട്ട് എന്തിനൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ചേഞ്ചിന്. അല്ലാതെ എനിക്ക് മനസ്സിൽ വല്ല കാര്യങ്ങളും മനസ്സ് തട്ടി തോന്നിയതെല്ലാം ഒരു 35 അത്രയെല്ലാം സമയത്ത് തന്നെ ഒരു ലൈഫ് എൻജോയ് ചെയ്യണം എന്നെല്ലാം തോന്നിയത്. എല്ലാം വേണം, ഒരാഗ്രഹങ്ങൾ, യാത്ര, ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു തുറന്ന് പറയാനൊരു സ്പേസ്, ഇച്ഛൻ്റെ വൃത്തി. അല്ലാതെ ഈ 15 വയസ്സ് മുതൽ ഈ വളരെ ICUവിൽ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും തോന്നുമോ? നമുക്കൊരു ഓക്സിജൻ്റെ ഇത് മൂക്കിനും വെച്ച് നമ്മൾ മറ്റൊരു മെഷീൻ്റെ സഹായത്തോടെ, ഓക്സിജൻ ട്രിപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നാൻ? ആകെ മുന്നിലുള്ളത് എന്താണ്? മരണം. പിന്നെ
മരണം അല്ലെങ്കിൽ എന്നാണ് നമ്മൾ പതിയെ പതിയെ ജീവിതത്തിലേക്ക് വരുന്ന മരുന്നുകളോട് പ്രതികരിക്കുന്ന ആ ഒരു സ്റ്റേജ്. മരുന്നുകളോട് പ്രതികരിക്കുന്ന എന്നുള്ളൊരു സ്റ്റേജ് മാത്രമായിരുന്നു 10-15 വർഷം ICUലായിരുന്നു. ഒരു 15 വർഷം ICUലായിരുന്നു. കറക്റ്റ് 15 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർഡിലേക്ക് മാറ്റി. പിന്നെ ഫുള്ള് മാറിയിട്ടല്ലെങ്കിലും ഡിസ്ചാർജ് ചെയ്തു. അതതിൻ്റെ ഒരു സത്യം. 15 വർഷം ICUലായിരുന്നു. ഒന്നും തോന്നിയില്ല. പിന്നെ ചെറിയ രീതിയിൽ മരുന്നുകളോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം വല്ലതൊക്കെ തോന്നി കാണും. അത് കഴിഞ്ഞിട്ട് ജീവിക്കും, നിങ്ങൾ പോയിക്കോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ പോകുന്നുണ്ട്, കേട്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ICUലുണ്ടാകുമ്പോൾ മറ്റൊന്നും ചിന്തിക്കൂല. മരുന്നുകളോട് പ്രതികരിച്ചതും ചെറിയ രീതിയിലൊരു ജീവിതത്തിൽ നമുക്കൊരു വെളിച്ചം കണ്ട ഒരു പ്രതീതിയേ ഉള്ളൂ. അല്ലാണ്ട് സംബന്ധക്കാരെ കയറി പിടിക്കണം എന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതൊക്കെ പറഞ്ഞവർ അങ്ങനെ പുഴുത്തോട്ടേന്ന്. നമ്മൾ മനസ്സ് ക്ലിയർ അല്ലാണ്ട് ഭജന പാടിയിട്ടോ സപ്താഹം വായിച്ചിട്ടോ അമ്പലങ്ങൾ കയറി ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. ശുദ്ധമായ മനസ്സും മറ്റൊരാളെ പ്രയാസം ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ തന്നെയായിരിക്കും ദൈവം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കൊരു ദൈവവും എനിക്കൊരു ദൈവം മറ്റൊരാൾക്കൊരു ദൈവമൊന്നുമില്ല. എല്ലാവർക്കും ഒരു ശക്തിയുണ്ട്. അതവരെ പ്രവൃത്തി, അവരെ നല്ല ചിന്തി മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നും പോയി അവിടെ വീണ് നമസ്കരിച്ച് ഭജനയൊക്കെ പാടി ഗീതോപദേശമൊക്കെ ചെയ്ത് രാമായണവും പാരായണമൊക്കെ ചെയ്ത് എല്ലാ വൃത്തികേടും ചെയ്ത് ദുഷ്ട മനസ്സും കൊണ്ട് നടക്കുന്നതിലും ഭേദം ഒന്നിനും പോവാതെ ആരും ദ്രോഹിക്കാതെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് 15 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ ICUലായിരുന്ന എനിക്ക് നിൻ്റെ ഒന്നും കുണവന്മാരോട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കേട്ടോടി, കേട്ടോടാ. എല്ലാവർക്കും ഉള്ളത് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ.